ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എന്തെല്ലാം വിശേഷങ്ങളൊക്കെ എല്ലാവരും സുഖമാണോ? അപ്പോൾ ഇൻഷാ അല്ലാ ഞങ്ങൾക്കും കുഴപ്പമൊന്നുമില്ല, സുഖമാണ്, അൽഹംദുലില്ലാ, റാഹത്തായി പോകുന്നുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങൾ എവിടേക്കാണ് പോകണമെന്നല്ലേ? ഞങ്ങളിവിടെ വയനാട് എല്ലാവരും കേട്ടിട്ടുണ്ടാവും, പൂപ്പൊലി നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടേക്ക് പോവുകയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കുട്ടികളെ കൊണ്ടുപോയിട്ടില്ലായിരുന്നു. അപ്പോൾ കുട്ടികളിങ്ങനെ എല്ലാവരും പോയി, സ്കൂളിലൊക്കെ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പറയായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും പോയിക്കണി, ഞങ്ങൾ മാത്രം പോകാത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ കേട്ടപ്പോൾ ഒരു ഇടങ്ങേറിട്ട്. അപ്പോൾ എന്നാൽ ശരി, നമുക്കൊന്ന് കൊണ്ടുപോകാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, പൂപ്പൊലി നടക്കണ ഇവിടെ എത്രങ്ങാനും വണ്ടികളാണ്, നോക്കി നോക്കുകയാണെങ്കിൽ. അത്യാവശ്യം കച്ചവടക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ എവിടെ നിന്ന് വന്നതാണോ എന്താണെന്നൊന്നും അറിയില്ല കേട്ടോ. അത് വെറും വയനാട്ടിൽ മാത്രമൊന്നുമല്ല, എത്രയോ എവിടെ നിന്നൊക്കെയോ ആൾക്കാരുണ്ട് തോന്നുന്നു. കാരണം ബസ്സിലൊക്കെയാണ് വന്നിരിക്കുന്ന ആൾക്കാർ കേട്ടോ. അവർക്ക് നേരത്തെ വന്നിക്കണം തോന്നുന്നു ഇവിടെ കേട്ടോ. കാരണം വണ്ടി ഞങ്ങൾ കൊണ്ടുവന്നിട്ട് ഒരിത്തിരി പോലും സ്ഥലം വെക്കാനില്ലായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ കുറേ അങ്ങ് വരുന്ന വഴിയിൽ ലാസ്റ്റായിട്ട്, ഇങ്ങോട്ടൊന്നും എത്തണമില്ല, അതിൻ്റെയൊക്കെ എത്രയോ ലാസ്റ്റിലാണ് ഒരിത്തിരി സ്ഥലം ഞങ്ങൾക്ക് കിട്ടിയത് കേട്ടോ. അങ്ങനെ ഏതായാലും വണ്ടിയൊക്കെ വെച്ച് ഞങ്ങളുണ്ട് അങ്ങനെ നടന്നൊക്കെ പോന്ന് ടിക്കറ്റൊക്കെ എടുത്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കേട്ടോ. ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ഏകദേശം ഒരു 6:30 ഒക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. ആ നേരത്തിന് എന്താ ജനങ്ങൾ എന്നാൽ കാല് വെക്കാനുള്ള സ്ഥലം അപ്പം തന്നെ ഇല്ല. കുറേ ആൾക്കാർ പോകണമുണ്ട് കേട്ടോ. കാരണം നേരത്തെ വന്ന ആൾക്കാരാണ് തോന്നുന്നത്. കുറേ എണ്ണം അങ്ങനെ പുറത്തേക്കൊരു പോകണമുണ്ടായിരുന്നു. ടിക്കറ്റിന് വലിയവർക്ക് 60 രൂപയും, ചെറിയ കുട്ടികൾക്ക് 15 വയസ്സിൻ്റെ താഴെയുള്ള കുട്ടികൾക്ക് 30 രൂപയാണ് കേട്ടോ. ചെറിയ മക്കൾക്ക് ഇല്ലേനു കേട്ടോ. അങ്ങനെ ഏതായാലും ടിക്കറ്റൊക്കെ എടുത്ത് അങ്ങനെ ഞങ്ങൾ കയറി അങ്ങനെ പോന്നു. ഫ്ലവർ കൊണ്ട് അടിപൊളിയായിട്ട് ലൈറ്റൊക്കെ വെച്ചിട്ട് കാണാൻ തന്നെ ഭംഗി. ഞങ്ങൾ ഇതിൻ്റെ മുന്നേ ഇവിടെ കൽപ്പറ്റ പോയിരുന്നു കേട്ടോ, പുഷ്പോത്സവം എന്ന് പറഞ്ഞിട്ട്. അവിടെ ഇത്ര പൂക്കളൊന്നുമില്ല കേട്ടോ. ഇവിടെ ഇവർ തന്നെ ഉണ്ടാക്കണ പൂക്കളാണെന്നാണ് പറയുന്നത് കേട്ടത്. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ വർഷമല്ല, അതിൻ്റെ മുന്നത്തെ വർഷമൊക്കെ പോയിരുന്നു കേട്ടോ. കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് അങ്ങനെ പോകാൻ കഴിഞ്ഞില്ല. ഞങ്ങൾ ആക്സിഡൻറ്റിൻ്റെ ഇതൊക്കെ നടന്നിട്ട് ഞങ്ങൾക്ക് അങ്ങനെ അതിൻ്റെ ആ ഒരു സിറ്റുവേഷനിലായിരുന്നു ഞങ്ങൾ. അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ പോകാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. മക്കളിങ്ങനെ പറഞ്ഞപ്പോൾ അവരൊരു പൂതിയല്ലേ, നമ്മളല്ലേ ഇപ്പോൾ അവരെ കൊണ്ടുപോകാനുള്ളൂ. എന്തായാലും കയ്യിൽ പൈസ ഉണ്ടായിട്ട് ആരും കൊണ്ടുപോകലും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും വേണ്ടില്ല പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ട് കൊണ്ടുപോയത് കേട്ടോ. കാരണം നമ്മളിരിക്കും കാലം നമ്മൾ അവരെ എന്താ പറയുക, നല്ല സന്തോഷമായിട്ട് നമ്മൾ വളർത്തിയെടുക്കണ്ടേ. അങ്ങനെ നിർബന്ധം പിടിക്കുകയൊന്നുമില്ല കേട്ടോ. അങ്ങനെ സങ്കടം പറയുമ്പോൾ നമുക്കൊരു ഇടങ്ങേറല്ലേ. അതുകൊണ്ട് എന്തൊക്കെയാണ് ഞങ്ങൾ അങ്ങനെ കൊണ്ടുപോയത് കേട്ടോ. അങ്ങനെ ഞാൻ പറഞ്ഞു നമുക്ക് ഒരു വീഡിയോ ഒക്കെ ആക്കിയിട്ട് എടുക്കാം. ആദ്യമൊന്നും എനിക്കങ്ങനെ വീഡിയോ എടുക്കലൊന്നും അറിയില്ലായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര മടിയായിരുന്നു കേട്ടോ. ഇപ്പോഴും ആളുകളുടെ പോയാൽ ഞാൻ കുട്ടികൾക്ക് കൊടുക്കും കേട്ടോ. വീഡിയോ എടുക്കാനൊക്കെ. എന്നിട്ട് എൻ്റെ രണ്ടാമത്തെ മോൻ പറയും, ഇത് എന്താ നിങ്ങൾക്ക് കണ്ടെടുത്താൽ നിങ്ങളല്ലേ വ്ളോഗ് ചെയ്യുന്നതെന്ന് പറയും കേട്ടോ. അപ്പോൾ ഞാൻ പറയാം, അല്ല അങ്ങനെയല്ലടാ, ഈ ഒന്ന് എടുക്കുകയെന്ന് പറയും. ഭയങ്കര മടി ആളുടെ നിന്ന് പോയിട്ട് ഇങ്ങനെ ഫോണൊക്കെ തൂക്കിയിട്ട് ഇങ്ങനെ നടക്കാൻ. അപ്പോൾ എന്തായാലും വേണ്ടില്ല പറഞ്ഞിട്ട് ഇപ്പോൾ കുറേയൊക്കെ മടിയൊക്കെ അങ്ങനെ മാറി കേട്ടോ. കാരണം ഞാൻ എന്തൊക്കെയാണ് അങ്ങനെ ഞാൻ തന്നെ അങ്ങനെ എടുക്കും കേട്ടോ. നമ്മളെ മുഖമൊക്കെ ഇങ്ങനെ കാണിച്ചെങ്ങാണ്ടൊക്കെ കുറേ വീഡിയോയിലൊക്കെ ഇപ്പോൾ ഇങ്ങനെ കണ്ട് ശീലമായതുകൊണ്ട് അങ്ങനെ എടുക്കും കേട്ടോ. ഇവിടെ കണ്ടോ ലൈറ്റൊക്കെ ഉണ്ടാക്കി നല്ല അടിപൊളിയായിട്ട് കാണാൻ. നമ്മൾ ആ ലൈറ്റിൻ്റെ ഇടയിലൊക്കെ പോകുമ്പോൾ നമ്മൾ ആ കളറൊക്കെ ഇങ്ങനെ വരും കേട്ടോ. നമ്മളെ ഡ്രസ്സും നമ്മുടെ മുഖമൊക്കെ അങ്ങനെ അതിൻ്റെ കളറൊക്കെ വന്നിട്ട് നല്ല ഭംഗിയായിട്ട് കാണാൻ. ഇവിടെ പല ഐറ്റംസും ഓരോന്നുണ്ട് കേട്ടോ. കൂടുതലും ഫ്ലവറിൻ്റെ ഐറ്റംസുകളാണ് കേട്ടോ ഇവിടെ ഉള്ളത്. അതുവരെ തന്നെ ഉണ്ടാക്കണുണ്ട്. കണ്ടോ ഈ വെള്ളത്തിൻ്റെ ഓരോരോ പരിപാടികളൊക്കെ. ഭയങ്കര തണുപ്പ് കേട്ടോ. ഒന്നാമത് എന്താ പറയുക, ഇങ്ങനെ ഒഴിഞ്ഞൊരു പറമ്പല്ലേ, അതാണ് ഭയങ്കര കാറ്റ് കാരണേ ഭയങ്കര തണുപ്പ്. ഇവിടെ ഇപ്പോൾ എന്താ അതിങ്ങനെ എല്ലാവരും നോക്കിക്കണമെന്ന് എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്നിട്ട് വേഗം പോയി നോക്കിയിട്ട് അപ്പോൾ കുട്ടികൾ കയറുന്നതാണ്. അപ്പോൾ ഈ കുട്ടി അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ കുട്ടിക്ക് അങ്ങോട്ട് കയറാൻ കഴിയണില്ലല്ലോ കേട്ടോ. ഇങ്ങനെ കയറിയിട്ട് ഇങ്ങനെ നിരങ്ങി വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കുട്ടിക്ക് കയറാൻ കഴിയണില്ല എന്നിട്ട് ആ കുട്ടി കരയായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ അമ്മ ഇങ്ങനെ പറഞ്ഞു നോക്കിയപ്പോൾ എല്ലാവരും അവിടെ ഇങ്ങനെ കൂടി നോക്കിയത് കേട്ടോ. അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്, എന്തൊക്കെയോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കൂടുതലും കുട്ടികൾക്കാണ് ഐറ്റംസ് ഉള്ളത് ഇവിടെ. ഇതൊരു ഗെയിമിൻ്റെ കേട്ടോ. ഇത് ഫുള്ളായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാനൊന്നും എനിക്ക് എന്താ അറിയണമെന്നില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇതുണ്ടോ കുറേ സാധനങ്ങളൊക്കെ കൊടുക്കണ ഇതുണ്ട് പറഞ്ഞിട്ട് അവിടെ പോയി നോക്കിട്ടോ. പക്ഷേ അവിടേക്ക് ആദ്യം പോയി നോക്കുമ്പോൾ ഇവിടെ അടുക്കാൻ പറ്റണില്ല കേട്ടോ. കാരണം ആൾക്കാർ കാല് വെക്കാൻ സ്ഥലമില്ല. അപ്പോൾ ഇവർ പറഞ്ഞു എനിക്ക് ശ്വാസം കിട്ടണില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇവർക്ക് ഒക്കെ അലർജീൻ്റെ ആൾക്കാരാണ്. മൂത്ത മോനും അങ്ങനെ തന്നെയാണ്. ഇവരെ പശി അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇവരെന്തൊക്കെയാണ് നമുക്ക് പാട്ട് എടുക്കണുണ്ട്, അങ്ങോട്ട് പോകുകയായിരുന്നു എന്നോട്. അപ്പോൾ ഇവിടെയാണ് കേട്ടോ തോണി, യന്ത്രൂഞ്ഞാലും ആ ട്രെയിനും ഒരു എടുത്തിട്ട് എറിയുന്നൊരു സാധനം ഉണ്ടല്ലോ, അതും ഒക്കെ ഉള്ളതൊക്കെ ഇവിടെ തന്നെ കേട്ടോ. പാട്ടുത്സവമൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഇതൊന്നും ഇതിൽ കാണുന്നില്ലല്ലോ. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫോണിൻ്റെ കുഴപ്പമാണ്.
പിന്നെ ബ്രൈറ്റ്നെസ് കുറച്ചെങ്ങാണ്ട് വീഡിയോ എടുത്താലാണെങ്കിൽ ഒന്നും കാണുമില്ല. പക്ഷേ ബ്രൈറ്റ്നെസ് കൂട്ടി വെച്ചാലാണെങ്കിലോ ലൈറ്റ് കൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ അത്രയും കാണുന്നില്ല കേട്ടോ. അങ്ങനെ പിന്നെ എന്താക്കി അതൊക്കെ പറ്റുന്നിടത്തോളമൊക്കെ ഞാൻ വീഡിയോ എടുത്തേക്കണ്. പിന്നെ കുട്ടികൾക്കൊന്നും തിന്നാനൊന്നുമില്ലല്ലോ പറഞ്ഞാണ്ട് ഇങ്ങനെ നിന്നപ്പോഴേ ഇവർ പോയിക്കാണ്ട് എന്താക്കി പോക്കോണ് വാങ്ങിക്കാണ്ട് പോകുന്നു കേട്ടോ. ഒന്നെന്തോ മസാല ഒക്കെ ഇട്ടൊരു പോക്കോണു. പിന്നെ ഭയങ്കര ദാഹം കേട്ടോ. പിന്നെ എന്താണെന്നറിയില്ല, അതിലെന്താക്കി വെള്ളത്തിന് പോയി നോക്കുമ്പോൾ വെള്ളം കിട്ടിയില്ല. അതിൽ പിന്നെ ഞങ്ങൾ എന്താക്കി സംഭാരമാണ് കിട്ടിയത്. അന്നേരം പിന്നെ സംഭാരം വാങ്ങിയിട്ട് അത് കുടിച്ചിട്ടോ. പക്ഷെ നല്ല ടേസ്റ്റ് കേട്ടോ സംഭാരം. അത് നല്ല തണുപ്പുണ്ട്, അത്യാവശ്യത്തിനുള്ള തണുപ്പുണ്ട്. പിന്നെ നല്ല കുടിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇനി ഞങ്ങൾ എന്താക്കി അതൊക്കെ കുറിച്ച് കുറേ നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ പോന്നു കേട്ടോ. പിന്നെ കുട്ടികൾ പറഞ്ഞു അവർക്ക് ട്രെയിനിൽ കയറണം എന്നാണ് കേട്ടോ. അങ്ങനെ എന്താക്കി അതിനുള്ള ടിക്കറ്റ് 3 പേർക്ക് കൊടുത്തിട്ടോ. പിന്നെ നന്നേ ചെറിയ മോനൊക്കെ ഭയങ്കര പേടിയാണ്. ഒരു സാധനത്തിൽ കയറുമില്ല എന്നാലേ കയറുമാണേനു അങ്ങനെ കേട്ടോ. അവന് പേടിയാണ്, ഒന്നാമത് ഭയങ്കര പേടിയാണ്. അങ്ങനെ പിന്നെ എന്താക്കി ഓനെയും കൂട്ടിങ്ങാണ്ട് 3 പേരും കയറിട്ടോ. അപ്പോൾ എന്താണ് ഓനെ നടക്കിരുത്തിയാൽ മതി എന്നിട്ട് ഓരെ ഏൽപ്പിച്ച് കണ്ട് എന്താക്കി അങ്ങനെ അവർ ആ ട്രെയിനിലൊക്കെ കയറിട്ടോ. അപ്പോൾ ഫോണ് കൊടുത്തിരുന്നു കേട്ടോ. അപ്പോൾ അവർ തന്നെ ഇതിലെടുത്തതാണ് ഇട്ടതിൽ. അങ്ങനെ എന്താ പറയുക അതിലൊക്കെ കയറി അവർക്ക് നല്ല എൻജോയ് ഒക്കെ ചെയ്തിട്ടോ. പിന്നെ ആളുകൾ കൂടുതലായതുകൊണ്ട് എന്താണെന്നറിയോ, പിന്നെ നമ്മളിങ്ങനെ ഓലെ ഇടയിൽ പോയി നിന്നാൽ മതി, അവരങ്ങനെ നമ്മളെ തട്ടി തട്ടി അങ്ങനെ കൊണ്ടുപോയിക്കോളും. അത്രയും തിരക്കാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുട്ടികളൊക്കെ കൈ വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടില്ല. ഭയങ്കര ഇടങ്ങേറാണ്. എത്രയോ ആളുകളതുണ്ട് അവിടെ വിളിച്ചു പറയുന്നത്, എന്തൊക്കെയോ പേരൊക്കെ ഓരോ സ്ഥലവും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട്. അപ്പോൾ അതൊരു പേടി കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അങ്ങനത്തെ ഇതിലൊന്നും നമ്മൾ എന്തായാലും പെട്ടില്ല. നമ്മളെ മക്കളെ കൂടെ തന്നെ പിടിച്ചേനെ കേട്ടോ. എൻ്റെ മോനുണ്ടോ പേടിച്ചിട്ട്. അപ്പോൾ എന്തായാലും അവർ ആ ഇതിലൊക്കെ കയറി അവർ എൻജോയ് ചെയ്തിട്ടോ. കാരണം മക്കളല്ലേ, അവരുടെ ഇഷ്ടത്തിന് അങ്ങനെ പിന്നെ എൻജോയ് ചെയ്തിട്ട് വിചാരിച്ച് അങ്ങനെ അതിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ടോ. പിന്നെ എന്താ മൂത്ത ആൾ പറഞ്ഞ് എനിക്ക് പിന്നെ തോണി കയറണം എന്നാണ് കേട്ടോ. അപ്പോൾ എന്നോടും കയറാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാനില്ല, എനിക്ക് പേടിയാണ് പറഞ്ഞു. അങ്ങനെ ഞാൻ കയറിയില്ല കേട്ടോ. എനിക്ക് ഭയങ്കര പേടി. ഞാൻ ഒരു സാധനത്തിനും കയറിയില്ല, ഞാനും കയറിയില്ല, മക്കളെ പിച്ചും കയറിയിട്ടില്ല കേട്ടോ. അങ്ങനെ പിന്നെ ഓലയിൽ കയറിയിട്ട് ഇറങ്ങിയിട്ട് കണ്ടോ ഇതിലും കയറിയിരിക്കണം കേട്ടോ. ഇത് ഭയങ്കര ഇടങ്ങേറ് കേട്ടോ. ഇതിങ്ങനെ എടുത്തിട്ട് എറിയുക നമ്മളെ. അപ്പോൾ ഇതിലും പിന്നെ ഇതിൽ 3 പേരും കയറി കേട്ടോ. അങ്ങനെ പിന്നെ എന്താക്കി പിന്നെ ചെറുതിന് ഇതിൽ ഭയങ്കര പേടി, പക്ഷെ ഇന്ന് എല്ലാത്തിലും കയറുമാണ്. അങ്ങനെ പിന്നെ എന്താക്കിയായാലും കയറി. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞു പിന്നെ എന്ത് ഊഞ്ഞാലിൽ കയറുന്നതാണ് കേട്ടോ. അതിലാണെങ്കിലോ പിന്നെ ഭയങ്കര തിരക്ക്, പിന്നെ ക്യൂ നിൽക്കുകയാണ്, അങ്ങോട്ട് അടുക്കാൻ പറ്റണില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ പറഞ്ഞാൽ പിന്നെ ഈ പിന്നെ ഇതിൽ കയറിക്കോ എന്ന് പറഞ്ഞു കേട്ടോ. എൻ്റെ ചെറിയ കുട്ടികളുടെയാണ്, പിന്നെ എന്നാലും വലിയവർക്കും ഓൻ്റെ പ്രായത്തിലുള്ളവർക്കൊക്കെ കയറാം. അങ്ങനെ പിന്നെ എന്താക്കി ഇതിലാണ് കയറ്റിട്ടോ. അങ്ങനെ പിന്നെ എല്ലാത്തിലും കയറി കണ്ട്. പിന്നെ ഞങ്ങൾ പറഞ്ഞു മക്കൾക്ക് ചെരുപ്പ് എടുക്കാനാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വേറെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ പറഞ്ഞു എന്നാൽ അങ്ങോട്ടൊന്ന് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ കുട്ടികൾക്ക് എന്താക്കി ചെരുപ്പ് എടുക്കാമെന്നാണ് കേട്ടോ. അങ്ങനെ 150 റുപ്യേന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ശരി 2 പേർക്കും ഒരു ചെരുപ്പ് എടുത്ത് കൊടുക്കാൻ വിചാരിച്ചിട്ടോ. അങ്ങനെ 2 പേർക്കും ചെരുപ്പ് എടുത്തിട്ടോ. കളറിന് എന്ത് വ്യത്യാസമുള്ളൂ കേട്ടോ 2 പേരതും. അങ്ങനെ പിന്നെ അതൊക്കെ കണ്ട് എന്താക്കി പുറത്തിറങ്ങിയിട്ട് പിന്നെ മൂത്ത ആൾക്ക് വേണമെന്ന് വെച്ചപ്പോൾ അവനക്കേറ്റ വേണ്ടായിരുന്നു കേട്ടോ. അവനക്ക് ഷൂവാണ് വേണ്ടത് കേട്ടോ. അങ്ങനെ പുറത്തിറങ്ങിയപ്പോൾ പിന്നെ ചെറിയ ചെറിയ കച്ചവടക്കാരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവരുടെ ഒന്നും വാങ്ങിയിട്ടില്ലായിരുന്നു ഞങ്ങൾ. അങ്ങനെ ഞങ്ങൾ പിന്നെ എന്താക്കി പിന്നെ അതൊക്കെ കണ്ടു. പിന്നെ ഇവിടെ ഭയങ്കര തണുപ്പ്, വയനാട്ടിലത്തെ സ്ഥിതി എല്ലാവർക്കും അറിയാമല്ലോ, തണുപ്പ് സഹിക്കാൻ പറ്റണില്ല കേട്ടോ. അങ്ങനെ പിന്നെ വണ്ടീൻ്റെ അടുത്തൊക്കെ നടന്ന് അങ്ങനെ പോന്നു കേട്ടോ. പിന്നെ ഒരുപാട് വീഡിയോസ് ഇതിൻ്റെ പുറകാലെ വരുന്നതായിരിക്കും കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഈ പിന്നെ ദിവസം തന്നെ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ നല്ല നല്ല വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കാണാൻ മറക്കരുത്. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടാട്ടോ പോകുന്നത്. നല്ല ഫ്രൈഡ് റൈസും പിന്നെ ചിക്കൻ്റെ എന്തോ ഒരു സംഭവം മറന്നു പോയി ഞാൻ. പിന്നെ പൊറാട്ടയൊക്കെ ഓർഡർ ആക്കിയിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ഭക്ഷണം കേട്ടോ. അപ്പോൾ എന്താക്കി അതൊക്കെ കഴിച്ചിട്ടാട്ടോ ഞങ്ങളങ്ങനെ പോകുന്നത്. അപ്പോൾ എന്തായാലും ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മളെ കുഞ്ഞു വ്ളോഗ്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനൊന്നും മറന്നു പോയത്. ബെല്ലൈക്കൺ ഓൾ അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. താങ്ക് യു.